നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ അകത്തുള്ള വിവിധ പാർട്സും മാർക്ക് ചെയ്തു അല്ലേ. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനിയാണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടിനെ കുറിച്ചും പഠിക്കണം വിശദമായിട്ട് അല്ലേ. അതിൽ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി. അതെന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ബാക്കിയുള്ളവയുടെ ഫങ്ഷൻസും എന്താണവ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാലും പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാലും ഒരൊറ്റ സാധനമാണ്. കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നമുക്ക് പഠിക്കാം. നോക്കിയോളൂ. ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിൻ ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ സെൽ. സെല്ലിനെ പൊതിഞ്ഞ് കാണുന്ന എങ്ങനെയുള്ള തിൻ എന്ന് വെച്ചാൽ വളരെ നേർത്തതും ഫ്ലെക്സിബിൾ നല്ല വഴക്കമുള്ളതുമായ ഒരു ലെയർ പാളിയാണ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൽ മെംബ്രെയിൻ ഈസ് എങ്ങനെയുള്ളതാണ്? തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്. അത് എന്തിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു? സെല്ലിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ലെയറാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. അടുത്തത് സബ്സ്റ്റൻസസ് എൻറ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദിസ് മെംബ്രെയിൻ. ഒരു സെല്ലിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു കോശത്തിൻ്റെ അകത്തേക്ക് വസ്തുക്കളൊക്കെ വരുന്നതും പോകുന്നതും ഈ മെംബ്രെയിൻ വഴിയാണ് അല്ലെ, ഈ ഒരു പാളി വഴിയാണ്. സബ്സ്റ്റൻസസ് വസ്തുക്കൾ, എൻറ്റർ ആൻഡ് ലീവ് ദ സെല്ലിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നതും പിന്നെ ലീവ് ചെയ്യുന്നതും പുറത്തേക്ക് പോകുന്നതും ത്രൂ ദിസ് മെംബ്രെയിൻ, ഈ മെംബ്രെയിൻ വഴിയാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിന് മറ്റൊരു പേരുണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയും കേട്ടോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഡസ് നോട്ട് അലോ ഓൾ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ. ഇതിൽ കൂടി അല്ലെങ്കിൽ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി എല്ലാ സബ്സ്റ്റൻസിൻ്റെയും എല്ലാ വസ്തുക്കളെയും ഇത് കടത്തിവിടുന്നില്ല. ഇത് ഡസ് നോട്ട് അലോ അല്ലെ, എല്ലാ വസ്തുക്കളെയും ഇത് കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെന്തറിയപ്പെടുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് ഇതറിയപ്പെടുന്നത്. ഏതാണ് അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മലയാളം മീഡിയം നോക്കിയോളൂ. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. ഏത് സ്തരം? കോശസ്തരത്തിലൂടെയാണ് അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം വരണതാര്യസ്തരം എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നത്? വരണതാര്യസ്തരം. അപ്പോൾ ഏതാണ് വരണതാര്യസ്തരം എന്നറിയപ്പെടുന്നത്? കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തിൻ്റെ മറ്റൊരു പേരാണ് വരണതാര്യസ്തരം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അതിനെ വരണതാര്യസ്തരം എന്ന് വിളിക്കുന്നത്? എല്ലാ വസ്തുക്കളെയും ഇത് അകത്തേക്ക് കടത്തിവിടുന്നില്ല, അതുകൊണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോശസ്തരത്തെ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദ പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലോ ഓൾ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ ഇറ്റ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ അനുവദിക്കുന്നില്ല, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ അനുവദിക്കുന്നില്ല. എന്തനുവദിക്കുന്നില്ല? ഓൾ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ ഇറ്റ്. അതിൻ്റെ ഉള്ളിലോട്ട് എല്ലാ സബ്സ്റ്റൻസിനെയും കടത്തിവിടുന്നില്ല. ദെയർഫോർ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതുകൊണ്ട് ഇതെന്താണെന്ന് അറിയപ്പെടുന്നു? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരം കോശത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അതിനാലാണ് പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് വിളിക്കുന്നത്. അടുത്തത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. അത് നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള മറ്റൊരു പാർട്ടാണ് എന്ന് പറയുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. നോക്കിയുള്ളൂ. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കമ്പണൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. ഒരു സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഒരു കോശസ്തരത്തിനുള്ളിലെ ഓൾ ദ കമ്പണൻസ് എല്ലാ ഘടകങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. അപ്പോൾ എന്താണ് പ്രോട്ടോപ്ലാസം? ഒരു കോശസ്തരത്തിനകത്ത് കോശസ്തരത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനെല്ലാത്തിനെയും ചേർത്ത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എല്ലാ കമ്പണൻസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം.
കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. ഇനി മറ്റൊന്നുണ്ട്, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള മറ്റൊരു വസ്തുവാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. നമ്മൾ എന്താണ് ജീവദ്രവ്യം എന്ന് പഠിച്ചു. ഇനി നമ്മൾ സൈറ്റോപ്ലാസം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പഠിക്കണം. നോക്കിയുള്ളൂ, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ജീവദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോശദ്രവ്യം. കേട്ടോ, നോക്കിയോളൂ, എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സെൽ. ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു ജെല്ലി പോലെയുള്ള ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് കിട്ടിയോ? എന്താണ്? എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്, ജെല്ലി പോലെയുള്ള ഒരു ഫ്ലൂയിഡ്, ദ്രാവകം, ദാറ്റ് ഫിൽസ് ദ സെൽ, സെല്ലിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന, അല്ലേ, സെല്ലിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് കോശദ്രവ്യം. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയോളൂ, ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ ഓർഗനൽസ് ഇൻ ദെയർ പ്ലേസ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് നിലനിർത്തുന്നു. എന്ത് നിലനിർത്തുന്നു? ഓൾ ദ ഓർഗനൽസ്, എല്ലാ ഓർഗനൽസിനെയും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളെയും. കോശത്തിൻ്റെ അകത്തുള്ള ഓരോ വസ്തുക്കളെ ഓർഗനൽസ് എന്ന് പറയും. കോശത്തിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ സെല്ലിൻ്റെ അകത്തുള്ള എല്ലാ ഓർഗനൽസിനെയും ഇൻ ദെയർ പ്ലേസ്, അതിൻ്റേതായ സ്ഥലത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആര്? ഈ പറയുന്ന സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. മനസ്സിലായോ? കോശത്തിൻ്റെ അകത്തുള്ള ഓരോ വസ്തുക്കളെ അതിൻ്റേതായ സ്ഥലത്ത് നിലനിർത്തുന്നത് ആരാണ്? ഈ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസമാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് മെയിൻറ്റെയിൻസ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താ? ഓൾ ദ ഓർഗനൽസ്, എല്ലാ ഓർഗനൽസിനെയും ഇൻ ദെയർ പ്ലേസ്, അവരുടേതായ സ്ഥലത്ത് നിലനിർത്തുന്നു. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തത്, ഇറ്റ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഇത് വർത്തിക്കുന്നു. അതായത് കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ രാസപ്രവർത്തനങ്ങളുടെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ട് ഇത് വർത്തിക്കുന്നു. കോശത്തിലെ വിവിധ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് വർത്തിക്കുന്നു. ഇറ്റ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻസ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് സൈറ്റോപ്ലാസത്തിനെ കുറിച്ച്. അപ്പോൾ എന്താണ് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലായോ? ഈ സൈറ്റോപ്ലാസം ഉൾപ്പെടെ ഉള്ളതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസത്തിൽ എന്തൊക്കെ വരും? സൈറ്റോപ്ലാസവും വരും, സെല്ലിൻ്റെ അകത്തുള്ള വിവിധ പാർട്ടുകളും വരും. സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വരും. ഏത്? പ്രോട്ടോപ്ലാസത്തിൽ. എന്നാൽ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ആ ഫ്ലൂയിഡിന് മാത്രമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രോട്ടോപ്ലാസത്തിൻ്റെ ഡെഫിനിഷനും ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഡെഫിനിഷനും അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് വെച്ചാൽ കോശത്തിൻ്റെ അകത്തുള്ള, സെല്ലിൻ്റെ അകത്തുള്ള സൈറ്റോപ്ലാസം, പിന്നെ മറ്റുള്ള ഓർഗനൽസ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ന്യൂക്ലിയസ്, ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ലേ, അതിനെല്ലാത്തിനെയും കൂടെ ചേർത്താണ്, കോശസ്ഥലത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനെയും കൂടെ ചേർത്താണ് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. എന്നാൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് വെച്ചാൽ കോശത്തിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് നിൽപ്പുണ്ട്, അതിനെ മാത്രമാണ് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് സെൽ ഓർഗനൽസ്? എന്താണ് കോശാംഗങ്ങൾ? എന്താണ് കോശാംഗങ്ങൾ? സെൽ ഓർഗനൽസ് ആർ ദ പാർട്സ് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സെൽ. സെൽ ഓർഗനൽസ് ആർ ദ പാർട്സ്. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളാണ്. ദാറ്റ് പെർഫോം, അത് പെർഫോം ചെയ്യുന്നു. എന്താ പെർഫോം ചെയ്യുന്നത്? ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സെൽ. ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു കോശത്തിൻ്റെ സർവൈവൽ, നിലനിൽപ്പിനും, പിന്നെ ഫങ്ഷനിങ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയുമാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നതും പിന്നെ കോശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. മനസ്സിലായോ എന്താണ് കോശാംഗങ്ങൾ എന്ന്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസ്റ്റ് മേജർ സെൽ ഓർഗനൽസ്, പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ. നമ്മൾ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ, പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അന്തർദ്രവ്യ ജാലിക, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിഡ്സ് എന്ന് വെച്ചാൽ ജൈവകണങ്ങൾ, വാക്യൂൾ ഫേനം, റൈബോസോം. ഇത്രയാണ് സെൽ ഓർഗനൽസ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമാണ് പഠിക്കുന്നത്. നോക്കിയോളൂ, ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. ഒരു സെല്ലിനെ അല്ലെങ്കിൽ ഒരു കോശത്തിൻ്റെ
കൺട്രോൾ സെൻറ്റർ അല്ലേ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദി കൺട്രോൾ, നിയന്ത്രണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ന്യൂക്ലിയസ് എന്താണ്? സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ആണ് ആര്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ്. അടുത്ത എന്താണ് പറയുന്നത്? അതിൻ്റെ അകത്ത് കാണപ്പെടുന്നത് എന്താണ്? ക്രൊമാറ്റിക് നെറ്റ്വർക്ക് ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് വിത്തിൻ ദ ന്യൂക്ലിയോപ്ലാസം. ഇവിടെ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ ഫിഗറിലെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടായിരുന്നോ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടോ? ഒരു ത്രെഡ് പോലെയുള്ള റെഡ് കളറിൽ ത്രെഡ് പോലെ കാണപ്പെടുന്ന നടുക്കൊരു മഞ്ഞ കളറുണ്ട്, അതിനെ ന്യൂക്ലിയോൾസ് എന്ന് പറയുന്നു. അതിൻ്റെ ചുറ്റും റെഡ് കളറിൽ ത്രെഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഒരു ഏറ്റവും പുറമെ ഇതിനെ മൊത്തത്തിൽ ഈ റൗണ്ട് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇതിനെ നമ്മൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയും. ഈ മർമ്മത്തിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കും, അതാണ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ മർമ്മദ്രവം എന്ന് പറയും. മർമ്മത്തിനുള്ളിലെ ദ്രാവകം എന്ന് പറയാം. അപ്പോൾ ഈ മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസത്തിൽ എന്താണ്? ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ മറ്റൊരു വസ്തുവുണ്ട്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്, മർമ്മകം എന്ന് പറയും. അപ്പോൾ നോക്കിയുള്ളൂ, രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്. എന്താണ്? ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഇസ് ദ സ്ട്രക്ചർ. ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നും പറയും. അപ്പോൾ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇസ് എ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറാണ്. ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ്. ത്രെഡ്സിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ട് ആണ് ഇത് കാണപ്പെടുന്നത്. എവിടെയാണ്? വിത്തിൻ ദ ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ അകത്ത്, അതായത് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ദ്രവത്തിൽ, അതാണ് ന്യൂക്ലിയോപ്ലാസം, അതിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ്റെ സമയത്ത് ദിസ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്, ഈ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? കണ്ടൻസ് ഇൻറ്റു ക്രോമസോം. ഇത് കണ്ടൻസ് ആയിട്ട് ക്രോമസോമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇത് കുറുകി അല്ലേ, ഒരു നീളമൊക്കെ കുറഞ്ഞ തന്തുക്കളായിട്ട് മാറിയിട്ട് അതെന്തായി മാറുന്നു? ക്രോമസോംസ് ആയി മാറുന്നു. അപ്പോൾ ഈ ക്രോമസോമായി മാറുന്ന പാർട്ട് ഏതാണ്? അത് ക്രൊമാറ്റിൻ നെറ്റ്വർക്കാണ്. എവിടെയാണ് അത് കാണപ്പെടുന്നത്? ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിൻ നെറ്റ്വർക്കാണ് കണ്ടൻസ് ആയിട്ട് എന്തായി മാറുന്നത്? ക്രോമസോമായി മാറുന്നത്. ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് കാണപ്പെടുന്നത് ന്യൂക്ലിയസിലെ ന്യൂക്ലിയോപ്ലാസത്തിൽ അല്ലേ. ന്യൂക്ലിയസിനുള്ളിൽ ഒരു ദ്രവമുണ്ട്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയോപ്ലാസം, അതിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താ പറഞ്ഞത്? ദർ ഇസ് ആൾസോ എ പാർട്ട് കാൾഡ് ന്യൂക്ലിയോലസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും ഉള്ളിലോട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊരു പാർട്ടുണ്ട്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയും. മർമ്മത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന റൗണ്ട് ഷേപ്പിലുള്ള പാർട്ട് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്. അപ്പം വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദി കൺട്രോൾ ഇൻ ദ സെൽ? സെല്ലിൻ്റെ അകത്തുള്ള കൺട്രോൾ, സെൻറ്റർ ഓഫ് ദി കൺട്രോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ് സെൻറ്റർ ഓഫ് ദി കൺട്രോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത നോക്കിയുള്ളൂ. ഇത് മലയാളം മീഡിയത്തിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ പിക്ചറാണ്. ക്രൊമാറ്റിൻ ജാലികയും പിന്നെ ഏറ്റവും ഉള്ളിലുള്ളത് മർമ്മകവും. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മത്തിനുള്ളിൽ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശവിഭജന സമയത്ത് ഇവ എന്തായി മാറുന്നു? ഈ ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമുകളായിട്ട് മാറുന്നു. മർമ്മത്തിനുള്ളിൽ എന്തുണ്ട്? മർമ്മകം എന്ന ഭാഗമുണ്ട്. മർമ്മത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നതാണ് മർമ്മകം. അപ്പം മർമ്മദ്രവ്യത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്രൊമാറ്റിൻ ജാലിക. അടുത്ത നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ. ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ നോക്കിയോളൂ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ വരയ്ക്കാൻ ചോദിച്ചിട്ട് ഈ പറയുന്ന പാർട്ടുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടും ചോദിക്കാം. എന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് 1-2 വസ്തുക്കൾ മാർക്ക് ചെയ്യാൻ കാണിക്കും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് സെല്ലും അതിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻറ്റും അതിൻ്റെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അപ്പോൾ എന്താണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ? ദ സെൽ ഓർഗനൽസ് ദാറ്റ് അപ്പിയർ ആസ് സ്റ്റാക്ക്ഡ് മെംബ്രെയിൻ ലെയേഴ്സ്. അപ്പോൾ എന്താണ് ഈ ഗോൾഗി അപ്പാരറ്റസ്? ഒരു സെൽ ഓർഗനലാണ്. ദാറ്റ് അപ്പിയേഴ്സ്, അത് കാണപ്പെടുന്നു. എങ്ങനെയാണ് കാണപ്പെടുന്നത്? ആസ് സ്റ്റാക്ക്ഡ് മെംബ്രെയിൻ ലെയർ. സ്റ്റാക്ക്ഡ് എന്ന് വെച്ചാൽ അടുക്കി വെച്ച ഒരു മെംബ്രെയിൻ ലെയർ, സ്തരപാളികൾ പോലെ, അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന വസ്തുക്കളാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്.
കണ്ടോ, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അടുക്കി വെച്ച ഒരു സ്തരപാളികൾ, മെംബ്രെയിനസ് ലെയേഴ്സ് ആയിട്ടല്ലേ ഏത് കാണപ്പെടുന്നത്? മെംബ്രെയിൻ ലെയേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അടുത്ത സെന്റൻസ്, ദീസ് ഓർഗനൽസ് ട്രാൻസ്പോർട്ട് proteins and lipids to various parts of the cell and outside the cell wrapped in membranous sacs. എന്ത് മനസ്സിലായി? ഈ സെൽ ഓർഗനൽസ് അല്ലേ, അതായത് ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് എത്തിക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കുന്നു. അതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്തിനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ടു വേരിയസ് പാർട്സ് ഓഫ് ദി സെൽ. ഒരു സെല്ലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ ഒരു സെല്ലിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ പ്രോട്ടീൻസും ലിപ്പിഡ്സും എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡ് ദ സെൽ, സെല്ലിൻ്റെ പുറത്തോട്ടും അല്ലേ, കോശത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും പിന്നെ സെല്ലിന് പുറത്തേക്കും അയക്കുന്നത് ഈ സെൽ ഓർഗനലാണ്. എങ്ങനെയാണ് ഇവ അയക്കുന്നത്? റാപ്പിഡ് ഇൻ മെംബ്രേനിയസ് സാക്സ്. റാപ്പിഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ പൊതിഞ്ഞ്. ഏതിലാണ്? ഇൻ മെംബ്രേനിയസ് സാക്സ്. സ്ഥരമാകുന്ന സഞ്ചികളിൽ പൊതിഞ്ഞാണ് ഈ ലിപ്പിഡ്സും പ്രോട്ടീൻസും ഇത് വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കളുടെ ആ ഒരു ഫിഗറിൽ കണ്ട ചുറ്റും കുറേ റൗണ്ട് ഷേപ്പിൽ മഞ്ഞ കളറിൽ ബോൾസ് പോലെ കുറച്ച് ഐറ്റംസ് കണ്ടോ? ഇതെന്ന് പറയുന്നതാണ് മെംബ്രെയിനസ് സാക്സിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ലിപ്പിഡ്സും പ്രോട്ടീൻസും. ഇത് നമ്മുടെ സെല്ലിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും പിന്നെ സെല്ലിൻ്റെ ഔട്ട്സൈഡിലോട്ടും അല്ലേ, സെല്ലിന് പുറത്തും ഒക്കെ എത്തിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പം മലയാളം മീഡിയം നോക്കിയോളൂ. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. അതായത് പ്രോട്ടീൻസും ലിപ്പിഡ്സും, പ്രോട്ടീനുകളും ലിപ്പിഡുകളും എങ്ങനെയാണ്? സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് അല്ലേ, പൊതിഞ്ഞ് ഇതെന്ത് ചെയ്യുന്നു? കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പിന്നെ കോശത്തിന് പുറത്തേക്കും അയക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക അല്ലേ. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. These organelles appear as a network of tubules within the cell, serve as pathways for conducting materials. ദീസ് ഓർഗനൽസ് അപ്പിയർ, ഈ പറയുന്ന ഓർഗനൽ അല്ലെങ്കിൽ ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അപ്പിയർ കാണപ്പെടുന്നത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ആ ഫിഗർ നോക്കി കണ്ടോ? ഫിഗറിൽ കുറേ ട്യൂബ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഇത് എന്താണ് അപ്പിയർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് അല്ലെ. ട്യൂബുകളുടെ ഒരു നെറ്റ്വർക്ക്, ഒരു കൂട്ടമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ട്യൂബിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണപ്പെടുന്നത്. എവിടെയാണ്? വിത്തിൻ ദ സെൽ, സെല്ലിൻ്റെ അകത്ത് ട്യൂബ്യൂൾസിൻ്റെ നെറ്റ്വർക്കായിട്ടാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണപ്പെടുന്നത്. അതാണ് എഴുതിയിട്ടുള്ളത്. ദീസ് ഓർഗനൽസ് ഈ ഓർഗനൽസ് അപ്പിയർ ആകുന്നു. എങ്ങനെയാണ് അപ്പിയർ ആകുന്നത്? എങ്ങനെയാണ് കാണപ്പെടുന്നത്? ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിത്തിൻ ദ സെൽ, സെല്ലിൻ്റെ അകത്തുള്ള ട്യൂബ്യൂൾസിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ സെർവാസ്, ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതെന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? സെർവാസ് ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? പാത്വേസ് ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ, അതായത് പദാർത്ഥ സംവഹനം എന്ന് പറയും. പദാർത്ഥ സംവഹനത്തിനുള്ള പാത്വേ ആയിട്ട് അല്ലെ, പാതകളായിട്ടാണ് ഇവ സെർവ് ചെയ്യുന്നത്. ഇതെന്തായിട്ടാണ് സെർവ് ചെയ്യുന്നത്? പാത്വേസ് ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള പാത്വേ ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഇവിടെ തീർന്നു. അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസൈസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. ഒരു സെല്ലിന് ആവശ്യമുള്ള വസ്തുക്കളെ സിന്തസൈസ് എന്ന് വെച്ചാൽ നിർമ്മിക്കുന്നതിനും പിന്നെ റിമൂവൽ എന്ന് വെച്ചാൽ നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ എന്താണ്? ഇറ്റ് ഹെൽപ്സ്, ഇത് സഹായിക്കുന്നു ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. സെല്ലിന് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? സിന്തസൈസ് ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക, ആൻഡ് റിമൂവൽ എന്ന് വെച്ചാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക. ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ്? അതും നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നറിയപ്പെടുന്ന അന്തർദ്രവ്യ ജാലികയാണ്. മനസ്സിലായോ?
കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇത് പറയുന്നത്. കാരണം എന്താണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം എടുത്ത് പറയുന്നത് കേട്ടോ. അടുത്ത സെൽ ഓർഗനൽ വളരെ ഇമ്പോർട്ടൻറ്റ്, മൈറ്റോകോൺട്രിയ. കേട്ടിട്ടുണ്ടോ മൈറ്റോകോൺട്രിയ എന്ന്? കേട്ടിട്ടുണ്ടാവും അല്ലേ, കഴിഞ്ഞ വർഷമൊക്കെ അല്ലേ മൈറ്റോകോൺട്രിയ. നോക്കിയോളൂ, ഇറ്റ് ഈസ് ദ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ. ഒരു സെല്ലിലെ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ആണ് മൈറ്റോകോൺട്രിയ, ഊർജോൽപാദന കേന്ദ്രം. ഒരു സെല്ലിലെ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തത്, ഇറ്റ് സ്റ്റോർസ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ്റെ ഫലമായിട്ടാണ് എനർജി കിട്ടുന്നത് ഒരു സെല്ലിന്. ആ കിട്ടുന്ന എനർജിയെ ഇതെന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യുന്നു, ഇറ്റ് സ്റ്റോർ ചെയ്യുന്നു. എന്താണ്, ദ എനർജി സ്റ്റോർ ചെയ്യുന്നു. എവിടെ നിന്നാണ് കിട്ടുന്നത്, ഒബ്റ്റെയിൻഡ് ഫ്രം, ലഭിക്കുന്നു. എവിടെ നിന്നാണ്, ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന എനർജിയെ ഇത് സ്റ്റോർ ചെയ്യുന്നു. ആര്, മൈറ്റോകോൺട്രിയ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. എന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലേ, വിതരണം ചെയ്യുന്നു ആവശ്യാനുസരണം അല്ലേ, ആവശ്യത്തിനനുസരിച്ച്. അതാണ് വെൻ റിക്വയർഡ്. ആവശ്യം വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ പറയുന്ന എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് അല്ലേ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വെൻ റിക്വയർഡ്, ആവശ്യമുള്ളപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത്രയാണ് മൈറ്റോകോൺട്രിയയെ കുറിച്ച്. എന്താണ് മലയാളം മീഡിയം നോക്കിയോളൂ. ഇതാണ് കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രം. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ആര്, ഈ മൈറ്റോകോൺട്രിയ. അടുത്ത മറ്റൊരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ എന്ന് പറയും. ജൈവകണങ്ങൾ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. വാട്ട് ആർ പ്ലാസ്റ്റിഡ്സ്? എന്താണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ്? വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, വിവിധ തരത്തിലുള്ള ജൈവകണങ്ങളുണ്ട്. അപ്പോൾ അവ ഓരോന്നും എന്താണെന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് പ്ലാസ്റ്റിഡ്സ് എന്ന് നോക്കാം. നോക്കിയോളൂ, പ്ലാസ്റ്റിഡ്സ് ആർ സ്പെസിഫിക് പാർട്സ് ഇൻ ദ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന വളരെ പ്രത്യേകതയുള്ളൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസൈസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഫുഡ് മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ സിന്തസൈസ്, നിർമ്മാണത്തിനും പിന്നെ അവയെ സ്റ്റോർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിഡ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ് പ്ലാസ്റ്റിഡ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് ഇൻ ദ സിന്തസൈസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഫുഡ് മെറ്റീരിയൽസിൻ്റെ സിന്തസൈസിനും പിന്നെ അതിൻ്റെ സ്റ്റോറേജിനും, അതിൻ്റെ നിർമ്മാണത്തിനും സ്റ്റോറേജിനും. ഇനി ദേ ഹാവ് എ 2 ലെയേർഡ് മെംബ്രെയിൻ. ഈ പ്ലാസ്റ്റിഡ്സിന് ഒരു 2 ലെയറുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതായത് ഈ പ്ലാസ്റ്റിഡ്സിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ലെയറുള്ള ഒരു മെംബ്രെയിൻ വെച്ചിട്ടാണ് അത് കവർ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നോക്കിയോളൂ, ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ്. ഒന്നാമത്തത് ക്ലോറോപ്ലാസ്റ്റ്. കിട്ടിയോ? ഹരിതകണങ്ങളെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ക്ലോറോപ്ലാസ്റ്റ്. രണ്ടാമത്തത് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വർണ്ണകണങ്ങളെന്ന് പറയും. മൂന്നാമത്തത് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ശ്വേതകണങ്ങൾ. അപ്പം പ്ലാസ്റ്റിഡ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ 3 തരം ജൈവകണങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഹരിതകണം. നോക്കിയോളൂ, ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് പ്രസൻറ്റ് ഇൻ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം ഏതാണ്? ഗ്രീൻ പ്ലാസ്റ്റിഡ്, ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ജൈവകണമാണ്, ഗ്രീൻ കളറിലുള്ളത്. പ്രസൻറ്റ് ഇൻ, ഇത് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ലീവ്സ്, ഇലകളിലും പിന്നെ ഗ്രീൻ സ്റ്റെംസ്, പച്ച നിറത്തിലുള്ള സ്റ്റെമ്മുകളിലും അല്ലേ, തണ്ടുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ദേ കണ്ടെയ്ൻ എ ഗ്രീൻ പിഗ്മെൻറ്റ് കാൾഡ് ക്ലോറോഫിൽ അല്ലേ, ഹരിതകണത്തിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലുള്ള ഗ്രീൻ കളറിലൊരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ക്ലോറോഫിൽ. എന്താണ്? ക്ലോറോഫിൽ. പ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഗ്രീൻ കളറിലുള്ള പിഗ്മെൻറ്റിൻ്റെ പേരാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്ലോറോഫില്ലാണ്, ക്ലോറോഫിൽ. ഇനി അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ്. ഫുഡ് സിന്തസൈസിന് വേണ്ടിയിട്ട് അല്ലെ, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് എന്തിനെ
അബ്സോർബ് ചെയ്യുന്നു? സൺലൈറ്റ് അല്ലേ, സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്തിനാണ്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. എന്തിനാണ് ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്? ഫോർ ദ സിന്തസൈസ് ഓഫ് ഫുഡിൻ്റെ സിന്തസൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലീവ്സിലും ഗ്രീൻ സ്റ്റെമ്മിലുമാണ് കാണപ്പെടുന്നത്. ഇത് എന്തിനു സഹായിക്കുന്നു? സിന്തസൈസ് ഓഫ് ഫുഡ് അല്ലേ. ഫോർ ദ സിന്തസൈസ് ഓഫ് ഫുഡ് ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനാണ്? ഫോർ ദ സിന്തസൈസ് ഓഫ് ഫുഡിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പ്ലാസ്റ്റിഡാണ് ക്രോമോപ്ലാസ്റ്റ്. എന്താണ്? ക്രോമോപ്ലാസ്റ്റ്. എൻ്റെ മലയാളം പേര് വർണ്ണകണങ്ങൾ എന്നാണ്. വർണ്ണകണങ്ങൾ നോക്കിയോളൂ. ദീസ് ആർ കളേർഡ് പ്ലാസ്റ്റിഡ്സ്. ഇത് കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. പല കളറിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ്. സീൻ ഇൻ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ലീവ്സിലും ഗ്രീൻ സ്റ്റെമ്മിലുമാണ് കാണപ്പെട്ടത്. എന്നാൽ ക്രോമോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലുമാണ്. ദേ കണ്ടെയ്ൻ പിഗ്മെൻറ്റ്സ് ദാറ്റ് ഇംപാർട്ട് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ കളേഴ്സ്. ഇതിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ കളറിലുള്ളതാണ്? റെഡ് കളറിലുള്ളത്, ഓറഞ്ച് കളറിലുള്ളത്, യെല്ലോ കളറിലുള്ളത്. ദേ അട്രാക്ട് ദ അനിമൽസ് ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഇതെന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുന്നു. ആരെ അട്രാക്ട് ചെയ്യുന്നു? അനിമൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നു. അതായത് ഈ ഭയങ്കര നല്ല കളറിൽ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അനിമൽസിനെ അട്രാക്ട് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഈ കളർ കൊടുത്തിരിക്കുന്നതിനെ അനിമൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഈ വിത്ത് വിതരണത്തിനും പിന്നെ പോളിനേഷൻ പരാഗണത്തിനും അല്ലേ. സീഡ് ഡിസ്പേഴ്സൽ എന്ന് വെച്ചാൽ വിത്ത് വിതരണം, പോളിനേഷൻ എന്ന് വെച്ചാൽ പരാഗണം. അപ്പോൾ സീഡ് ഡിസ്പേഴ്സലിനും പോളിനേഷനും വേണ്ടിയിട്ട് അനിമൽസിനെ അട്രാക്ട് ചെയ്യാനാണ് ഇവയ്ക്ക് ഈ കളർ കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലുമാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ കളറുണ്ട്? റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ, അങ്ങനെ പല കളറിലും ഉണ്ട്. ഇനി അടുത്തത് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണങ്ങൾ. ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണങ്ങൾ നോക്കിയുള്ളൂ. വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ഫൗണ്ട് ഇൻ സീഡ്സ്, റൂട്ട്സ് ആൻഡ് സ്റ്റെം. സീഡിലും റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ കാണപ്പെടുന്ന കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് അല്ലേ, ഒരു കളറില്ലാത്തതോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ വെള്ള നിറത്തിലുള്ളതോ ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റ്സ് എന്ന് പറയുന്നത്. കളറില്ലാത്തതോ കളർലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ഉള്ള പ്ലാസ്റ്റിഡ്സ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? സീഡ്സിൽ, പിന്നെ റൂട്ട്സിൽ, നമ്മുടെ വേരുകളിൽ, പിന്നെ സ്റ്റെം തണ്ടുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. സ്റ്റാർച്ച് അന്നജം, ഓയിൽ എണ്ണ, പിന്നെ പ്രോട്ടീൻ ഇതൊക്കെ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ സംഭരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ല്യൂക്കോപ്ലാസ്റ്റിലാണ്. അപ്പം ല്യൂക്കോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു, സംഭരിക്കുന്നു. എന്തൊക്കെ സബ്സ്റ്റൻസസ് ആണ് സംഭരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ. മനസ്സിലായോ? ഇത്രയാണ് 3 പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. നോക്കിയോളൂ. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ. വിവിധ തരം ജൈവകണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ. ഒന്നാമത്തത് ഹരിതകണങ്ങൾ. ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഇവ. ഇലകളിലും തണ്ടുകളിലാണ് ഇത് കാണപ്പെടുന്നത്. ഹരിതകണങ്ങൾ ഏത് കളറിലാണ്? പച്ച കളറിലാണ്. ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹരിതകണത്തിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകം ഹരിതകം അല്ലേ. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഹരിതകണങ്ങളാണ്. ഇനി രണ്ടാമത്തത് വർണ്ണകണങ്ങൾ. പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണ്. പഴങ്ങളിലും പൂക്കളിലുമാണ് ഇത് കാണപ്പെടുന്നത്. വളരെ വർണ്ണാഭമായിട്ടുള്ള ജൈവകണങ്ങളാണ് ഈ വർണ്ണകണങ്ങൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ പല നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ നിറങ്ങൾ പരാഗണത്തിനും പിന്നെ വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. പരാഗണം, വിത്ത് വിതരണം എന്നിവയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ജീവികളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വർണ്ണകണങ്ങൾ. അതുകൊണ്ടാണ് അതിന് ഇങ്ങനെയുള്ള പല കളറുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ളത് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന
വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവ കണങ്ങളാണിവ. അപ്പൊ ശ്വേതം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ വെളുപ്പ് എന്നുള്ളതാണ് അല്ലെ. അപ്പോ വിത്തും വേര് തണ്ടുകൾ, വിത്തുകൾ വേരുകൾ തണ്ടുകൾ, ഈ 3 ഐറ്റംസിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത്? ശ്വേതകണങ്ങൾ. ഇവ എന്താണ്? നിറമില്ലാത്തതോ വെളുത്തതോ ആയ കണങ്ങളാണ്, ജൈവ കണങ്ങളാണ്. ഏത്? ശ്വേതകണങ്ങൾ. ഇനി അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ്. ഈ ശ്വേതകണങ്ങളിലാണ് അന്നജം സംഭരിക്കുന്നത്, എണ്ണ, പ്രോട്ടീൻ ഇതൊക്കെ സംഭരിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയും. നോക്കിയോളൂ. സ്റ്റോഴ്സ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. വേസ്റ്റും വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഫേനം എന്നറിയപ്പെടുന്ന വാക്യൂൾസിലാണ് കേട്ടോ. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെല്ലിലാണ് വലിയ അല്ലെ ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നത്. അതായത് ഫേനത്തിന്റെ സൈസ് ഇച്ചിരി വലുപ്പത്തിൽ ആയിരിക്കും ഈ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നത്. അനിമൽ സെല്ലാകുമ്പോൾ അതിന്റെ സൈസ് കുറയും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിൽ വലിയ വാക്യൂൾസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു ആര്? ഫേനം. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു. ഇനി അടുത്ത ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. ഏതാണ്? റൈബോസോം. ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം എയ്തർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നമ്മൾ പഠിച്ചു അല്ലെ, അതിനോട് ചേർന്നോ അല്ലെങ്കിൽ എന്താണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്നതാണ് ഈ റൈബോസോം. അപ്പോൾ എന്താണ്? റൈബോസോം ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ഈ റൈബോസോം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഏതർ ഫ്രീലി, ഒന്നുകിൽ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു, ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അല്ലെങ്കിൽ ആ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക അതിനോട് ചേർന്നോ അറ്റാച്ച് ചെയ്തോ കാണപ്പെടുന്നു. ദേ ഫംഗ്ഷൻ ആസ് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? റൈബോസോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ നിർമ്മാണം അല്ലെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് ഏതിന്റെ ഫംഗ്ഷൻ? റൈബോസോമിന്റെ ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കൂ, കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു ആര്? റൈബോസോം. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ്? റൈബോസോം. അപ്പോൾ ഇത്രയാണ് സെൽ ഓർഗനൽസ് അല്ലേ. പ്ലാന്റ് സെല്ലിന്റെ വിവിധ പാർട്ടും അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ് ടിഷ്യൂസ് ആണ്, സസ്യകലകൾ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ.